വിദേശ സംഭാവന നിയന്ത്രണ നിയമം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ വാർത്തകളൊന്നായിരുന്നു ഇത്. ന്യായമായിട്ട് നീതിപൂർവമായിട്ട് ഭരിക്കുന്ന പല സംഘടനകളെയും NGOകളെയും ചില അജണ്ടകളുടെ ഭാഗമായിട്ട് അവരുടെ SCRA ലൈസൻസുകൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി ഇത് മാറി. ഒരു നിയമത്തിലൂടെ ചില അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള ശ്രമം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇത് പുതുക്കിയില്ല എങ്കിൽ ഈ വസ്തുക്കൾ, ഈ സ്ഥാപനങ്ങൾ, ഈ NGOകൾ സർക്കാരിലേക്ക് വെസ്റ്റ് ചെയ്യുകയും സർക്കാരിനിത് വിൽക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം. ക്രിസ്ത്യൻ സമൂഹത്തിനെ പ്രത്യേകമായിട്ട് ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു അമെൻമെൻ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ അതിശോക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. വിദേശ സംഭാവന നിയന്ത്രണ നിയമം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ വാർത്തകളൊന്നായിരുന്നു ഇത്. പുതിയ നിയന്ത്രണങ്ങൾ, അമെൻമെൻറ്റുകൾ ഈ നിയമത്തിൽ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. 1976 അടിയന്തരാവസ്ഥാ കാലത്തായിരുന്നു ആദ്യമായി വിദേശ സംഭാവനകൾക്ക് നിയന്ത്രണം ഉൾപ്പെടുത്തി ഒരു നിയമം കൊണ്ടുവരിക. ഇന്ദിരാഗാന്ധി അത് കൊണ്ടുവന്നപ്പോൾ തൻ്റെ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള എഴുതുന്ന പത്രമാധ്യമങ്ങളെ നിശ്ചലമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യമായി ആ നിയമം കൊണ്ടുവന്നത്. എങ്കിലും രാജ്യസുരക്ഷയുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ അത് ആവശ്യവുമായിരുന്നു. പിന്നീട് 2010 1976 നിയമം റിപ്പീൽ ചെയ്തുകൊണ്ട് പുതിയ നിയമം കടന്നു വന്നു. അതാണ് പുതിയ ചരിത്രമെന്ന് പറയുക. ഈ ചരിത്രമനുസരിച്ച് ഇന്ത്യയിലെ വിദേശ സംഭാവനകൾ വാങ്ങുന്ന NGOകൾ, അസോസിയേറ്റുകൾ, സൊസൈറ്റികൾ മറ്റെല്ലാം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. തുടർന്ന് 2016, 18, 20 വർഷങ്ങളിൽ ഇതിൽ ഉചിതമായിട്ടുള്ള, നീതമായിട്ടുള്ള ഭേദഗതികൾ വന്നു. 2020 ഈ FCRA നിയമം ഒരു ആയുധമാക്കി ചില നിയന്ത്രണങ്ങളെക്കാളുപരി ചില അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ നിയമത്തിലേക്ക് കടന്നു വന്നത്. അതായത് 2020 ആയപ്പോൾ ആർക്കാണോ വിദേശ സംഭാവന ലഭിക്കുന്നത് അവർക്ക് കിട്ടുന്ന തുക മറ്റൊരു NGOയ്ക്ക് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിലുള്ള മറ്റൊരു സമൂഹത്തിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ഭേദഗതി കൊണ്ടുവന്നു. അതോടുകൂടി വിദേശ സംഭാവനകൾ ലഭിക്കുന്നവർ തന്നെ അത് ചെലവഴിക്കണം എന്ന രീതിയിലേക്ക് മാറി. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മറ്റൊരു മാറ്റമെന്ന് പറയുന്നത് വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് നേരത്തെ 50% 20% മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന് വേണ്ടിയിട്ട് ഈ തുക ചെലവഴിക്കാവൂ എന്നായി. അതായത് അവരുടെ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തുക ചെലവഴിക്കുവാനായിട്ട് നിയന്ത്രണം വന്നു. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഈ തുക വിനിയോഗിക്കാവൂ എന്നും വന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും രാജ്യസുരക്ഷയെ കരുതി ഒരു പരിധിവരെ ശരിയായ തീരുമാനങ്ങളായിരുന്നു. എങ്കിലും ഗ്രാസ് റൂട്ടിലേക്ക് ഈ സംഭാവനകൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില നിയന്ത്രണങ്ങൾ വന്നു. താഴെ തട്ടിലെ മറ്റ് NGOകൾക്ക് അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് നന്നായിട്ട് ചലിക്കുന്ന NGOകൾ വരെ ചിലപ്പോൾ 10 രൂപ അല്ലെങ്കിൽ 100 രൂപ പോലും മറ്റൊരു സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് FCRA നിയമമനുസരിച്ച് ലൈസൻസ് പുതുക്കുന്നതിന് തടസ്സമുള്ള ഒന്നായിട്ട് കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായിട്ട് കടന്നു വരികയാണ്. ന്യായമായിട്ട് നീതിപൂർവമായിട്ട് ഭരിക്കുന്ന പല സംഘടനകളെയും NGOകളെയും ചില അജണ്ടകളുടെ ഭാഗമായിട്ട് അവരുടെ SCRA ലൈസൻസുകൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി ഇത് മാറി. അത് മാത്രമല്ല, മറ്റൊന്നുകൂടി സംഭവിച്ചിരുന്നു. അതായത് 2020 അമെൻമെൻറ്റിൽ പുതിയൊരു കാര്യം വന്നു. FCRA ലൈസൻസ് ഉള്ളവർക്ക് അത് വേണമെങ്കിൽ സറണ്ടർ ചെയ്യുവാനായിട്ടുള്ള അവകാശം കടന്നു വന്നു. അതായത് മുൻ വിദേശ സംഭാവനകൾ നേരത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുവാനുള്ള ഒരു അധികാരം കൂടെ വന്നു. ഒരുപക്ഷെ നല്ലത് എന്ന് പറയാവുന്ന ഒന്നായിരുന്നു. മുൻകാലങ്ങളിൽ അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഒരു സംഘടനയ്ക്കുണ്ട്, ഒരു സ്ഥാപനത്തിനുണ്ട്. അത് നല്ലതുമായിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോഴാണ് ഇത് ഈ 2026 പുതിയ അമെൻമെൻറ്റുമായിട്ട് സർക്കാർ കടന്നു വരിക. ആ അമെൻമെൻറ്റ് പ്രകാരം അതിൻ്റെ 16-ാം വകുപ്പ്, 16A മുതലുള്ള വകുപ്പുകൾ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററായിട്ടാണ് ആ ആക്റ്റിൽ കൊണ്ടുവന്നിരിക്കുക. അത് പ്രകാരം ലൈസൻസ് റദ്ദാക്കപ്പെട്ട, ലൈസൻസ് പുതുക്കാത്ത, ലൈസൻസ് സറണ്ടർ ചെയ്യാത്ത സംവിധാനങ്ങൾക്ക്, സംഘടനകൾക്ക്, സ്ഥാപനങ്ങൾക്ക്
അവരുടെ അധികാരം എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് വെസ്റ്റ് ചെയ്യും എന്നാണ് പറയുക. അതായത് ചിലപ്പോൾ ഈ 100 രൂപ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മറ്റൊരു NGOയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ലൈസൻസ് പുതുക്കാത്ത ഒന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവത്താൽ മറന്നുപോയിക്കൊണ്ട് ലൈസൻസ് പുതുക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥാപനമായിരിക്കാം. മൂന്നാമതായിട്ട് സ്വയമായിട്ട് ഇനി വിദേശ സംഭാവനകൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു NGOയോ സ്ഥാപനമായിരിക്കാം. ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അവരുടെ ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ ആ കാലാവധിയിൽ ആദ്യമേ തന്നെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് ഇവരുടെ അധികാരം പോവുക, ഇവരുടെ സ്ഥാപനങ്ങളുടെ വസ്തുക്കളുടെ അധികാരം പോകുമെന്നാണ് പറയുക. പിന്നീട് പറയുന്നത് ഈ പുതുക്കുന്ന കാലയളവിൽ, പുതുക്കുവാനായിട്ട് തീരുമാനിക്കുന്ന കാലയളവിൽ ഇവരുടെ ഭരണ സംവിധാനം ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഡെസിഗ്നേറ്റഡ് അതോറിറ്റി നിർണ്ണയിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ സ്ഥാപനങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുകയാണ്. ആ കാലയളവിൽ അവർക്ക് ഭരണം തുടരാം, അല്ലെങ്കിൽ അവരായിരിക്കും ഭരിക്കുക. മൂന്നാമതായിട്ട് പറയുന്ന ഇതിലും അപകടകരമാണ്. ഇനി ഇത് പുതുക്കിയില്ല എങ്കിൽ ഈ വസ്തുക്കൾ, ഈ സ്ഥാപനങ്ങൾ, ഈ NGOകൾ സർക്കാരിലേക്ക് വെസ്റ്റ് ചെയ്യുകയും സർക്കാരിനിത് വിൽക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്താണ് ഈ അപകടമെന്ന്. തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടകളോടുകൂടിയ ഒരു കളറബിൾ ലെജിസ്ലേഷനാണ് ഇത് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കാം? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രികൾ തുടങ്ങിയിട്ടുണ്ട്, ലെപ്രസി ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുണ്ട്, സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് വരുന്നവരാണ്. ഈ ഉപയോഗിച്ച് വരുന്നവർ നാളെ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് വിദേശ ഫണ്ടുകൾ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വരുന്ന അവസ്ഥ എന്ന് പറയുക, ഈ സ്ഥാപനങ്ങളെല്ലാം, ഇവരുടെ വസ്തുക്കളെല്ലാം തന്നെ സർക്കാരിലേക്ക് നിക്ഷിപ്തമാവുകയാണ്. ഇല്ലെങ്കിൽ അടുത്ത ഉപയോഗി സർക്കാർ ഈ രജിസ്ട്രേഷൻ പുതുക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചെറിയ കാര്യങ്ങൾ മതി. കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായിട്ട് ഇങ്ങനെയുള്ള പല കഥകളും കേൾക്കുന്നുണ്ട്. മനഃപൂർവ്വമായിട്ടുള്ള FCRA ലൈസൻസുകൾ പുതുക്കാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ ലൈസൻസ് നിഷേധിക്കപ്പെട്ടാലും ഈ സ്വത്തുക്കൾ സർക്കാരിലേക്ക് പോകുന്നു. ഇത് ചെറിയൊരവസ്ഥയാണോ? ഒരു പക്ഷേ ഇത് ക്രിസ്ത്യൻസിനെ മാത്രമല്ല കേട്ടോ, ഏത് സമൂഹത്തിനാണെങ്കിലും, ഏത് മൈനോറിറ്റിക്കാണെങ്കിലും, മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും, ക്രിസ്ത്യൻസിന് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ സമൂഹമാണ് ഈ പുറത്തെ ഫണ്ടുകളിൽ നിന്ന്, അല്ലെങ്കിൽ കാര്യം വെച്ചാൽ അവരിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ പുറത്തുള്ളത്. അവർ അതിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനെ പ്രത്യേകമായിട്ട് ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു അമെൻമെൻ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ അതിശോക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. ചില ഡ്രാക്കോണിയൻ ലോയികളിലൂടെ, കളറബിളായിട്ടുള്ള, അതായത് നേരിട്ടുള്ള ഇൻറ്റൻഷൻ അല്ലാതെ മറ്റു ചില ചിന്തകളിലൂടെ, ചില അജണ്ടകളിലൂടെ, ചില നിയമങ്ങളിലൂടെ ഇവിടുത്തെ വസ്തുക്കൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വസ്തുക്കൾ, സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുവാനായിട്ടുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയം തെറ്റാണ് എന്ന് തോന്നുന്നില്ല. അതിൻ്റെ മറുവശം കൂടിയുണ്ട്. ഈ പല NGOകളും പല സ്ഥാപനങ്ങളും സൊസൈറ്റീസ് ആക്റ്റോ ട്രസ്റ്റ് ആക്റ്റോ ഒക്കെ വഴിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുക. ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് പ്രകാരം, രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സൊസൈറ്റി അവരുടെ ബൈലോക്കനുസരിച്ചുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്, അത് പിരിച്ചുവിടുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ അതേ ചിന്തയുള്ള മറ്റൊരു സൊസൈറ്റിക്ക് അവരുടെ വസ്തുക്കൾ കൊടുക്കാം. ഇനി അതും ചെയ്യുന്നില്ല എങ്കിൽ സർക്കാരിലേക്ക് ആ വസ്തു എത്തുമെന്നാണ് ആ നിയമം പറയുക. ട്രസ്റ്റ് ആക്റ്റിലും പബ്ലിക് ട്രസ്റ്റിനെ സംബന്ധിച്ചും ഇത് ബാധകമാണ്. അങ്ങനെ നിയമങ്ങളിൽ നിലവിൽ വസ്തുക്കൾ സർക്കാരിലേക്ക് എത്തുന്ന വകുപ്പുകൾ ഉണ്ടായിരിക്കെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലൈസൻസുകളെ തീരുമാനിച്ചുകൊണ്ട് സർക്കാരിലേക്ക് ഏറ്റെടുക്കാൻ പുതിയൊരു നിയമം, അതിൻ്റെ സിവിൽ റൈറ്റോടുകൂടി FCRAക്ക്, വിദേശ വിനിമയ ഏജൻസികൾക്ക് ഇത്രയും വലിയ പവറോടുകൂടി കൊടുക്കുമ്പോൾ, ബാക്കി നിയമങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു നിയമത്തിലൂടെ ചില അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള ശ്രമം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചർച്ചകളില്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇതൊന്നും ചർച്ച ചെയ്യുവാനായിട്ട്, ഇവിടുത്തെ ഒരു മൈന്യൂട്ടായിട്ടുള്ള സമൂഹത്തെ വരെ സംരക്ഷിക്കുവാനായിട്ടുള്ള ആർജവമില്ല എന്ന് പറയുന്നത് സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ്. ചർച്ചകളില്ലാതെയാണ് ഈ നിയമങ്ങൾ ഒക്കെ പലപ്പോഴും പാസ്സാക്കപ്പെടുക. ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംരക്ഷിക്കേണ്ടത് സമത്വം ഭരണഘടനയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. അത്
ഇവിടുത്തെ ഏറ്റവും ചെറിയവന് പോലും ലഭ്യമാക്കേണ്ട ഒന്നാണ്.